വി.എസ്. രഞ്ജിത്ത്, നിലമ്പൂർ എന്ന് പറയുന്നത് ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ എത്രത്തോളം അതിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിലമ്പൂർ വരച്ചു ചേർക്കാൻ പോകുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ നിർണായകമല്ലേ? പ്രത്യേകിച്ചും 30 വർഷത്തോളം തുടർച്ചയായി ആര്യാടൻ കൊണ്ടുനടന്ന UDF-ന്റെ മണ്ഡലം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മണ്ഡലം എന്ന് പറയാവുന്ന ഒന്ന് ഇടതുപക്ഷത്തേക്ക് പോവുകയും ആ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രൻ രാജിവെച്ച ഒഴിവിൽ അതേ സ്വതന്ത്രൻ UDF-നോട് ചേരാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും നമ്മൾ കാണാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലമ്പൂരിൽ നിൽക്കുകയാണ്. പക്ഷേ എന്നാൽ ആ പിണങ്ങി മാറി ഇപ്പുറത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്നയാളെ മുന്നണിയിലേക്ക് കയറ്റാതെ നിൽക്കുക കൂടിയാണ് UDF എന്നത് വെക്കുമ്പോൾ എത്രത്തോളം ഒരു സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്? രഞ്ജിത്ത്, സുജയ, നിലമ്പൂർ കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ അപ്പുറത്ത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ മുന്നോടിയായ ഒരു സെമി ഫൈനലായിട്ട് തന്നെയാണ് എല്ലാ മുന്നണികളും ഇതിനെ കണക്കാക്കുന്നത്. BJP മാത്രം നിലമ്പൂർ വലിയ സാധ്യതയില്ലാത്തതുകൊണ്ട് അത്തരത്തിലൊരു സെമി ഫൈനലായിട്ട് നിലമ്പൂരിനെ കണക്കാക്കുന്നില്ല. പക്ഷേ LDF-നെയും UDF-നെയും സംബന്ധിച്ച് നിലമ്പൂർ അവരുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് മാത്രമല്ല ഒരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പായിട്ടാണ് അവരതിനെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഭരണ തുടർച്ച ഇതിലേത് സംഭവിക്കും എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. 2016 ശേഷം 2021 ഒരു ഭരണ തുടർച്ച ഉണ്ടായ ഘട്ടത്തിൽ കേരളവും UDF-ഉം ഒക്കെ ഞെട്ടിപ്പോയതാണ്. അപ്പോൾ ആ ഞെട്ടലിൽ നിന്ന് തുടർന്ന് വീണ്ടും LDF ഒരു ഭരണ തുടർച്ചയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണ തുടർച്ചയെക്കുറിച്ച് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഭരണത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ UDF-ന് അത് ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി ഒരു ഭരണ തുടർച്ച ഇല്ല എന്ന് അരക്കിട്ടുറപ്പിക്കാനുള്ള ആ ഒരു LDF-ന്റെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള നീക്കമാണ് നിലമ്പൂരിൽ നടക്കേണ്ടത്. അപ്പോൾ UDF-ന് നിലമ്പൂർ ജയിച്ചു കയറുക എന്ന് പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള സാധനമാണ്, ഒരു തെരഞ്ഞെടുപ്പാണ്. അതുമാത്രമല്ല നിലമ്പൂർ നേരത്തെ സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ആര്യാടൻ മുഹമ്മദിന് ശേഷം 2 തവണ LDF അട്ടിമറിയിലൂടെ നേടിയതാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ UDF-നെ സംബന്ധിച്ച് നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതാണ്. നിലമ്പൂരിലും വളരെ തീർച്ചയായും അതുകൊണ്ട് തന്നെ അഭിമാന പോരാട്ടമാണ് മുന്നണികൾക്ക്. നമുക്ക് അലി അക്ബർ ഷായിലേക്ക് കൂടി പോകാം. രഞ്ജിത്ത്, അലി അക്ബർ ഷാ, ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പ്രധാനമായും ചർച്ചയാകുന്ന പ്രശ്നങ്ങളിൽ മുൻപന്തിയിൽ നിലമ്പൂരിൽ നിൽക്കുന്നത് വന്യജീവികളുമായുള്ള നാട്ടുകാരുടെ ആ ഒരു ആവലാതികൾ തന്നെയാണ്. വന്യജീവികൾ മൂലമുണ്ടാകുന്ന അവരുടെ പ്രതിസന്ധി, മലയോര മേഖലയുടെ പ്രതിസന്ധി, അങ്ങനെ ഇടയ്ക്കൊക്കെ വന്നൊന്ന് ഇടപെടുന്നതല്ലാതെ നിലമ്പൂരിനായുള്ള ഒരു ഇടപെടൽ, നിലമ്പൂരിന്റെ വികസനത്തിനായുള്ള ഇടപെടൽ അതൊക്കെ എത്രത്തോളം ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ? അൻവർ എന്നതും MLA എന്ന നിലയിൽ അൻവർ എന്നതും അവിടെ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പല്ലേ? നിലവിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങൾ എന്താണ് ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റുകളൊക്കെ ഒന്ന് ശമിക്കുമ്പോൾ? തീർച്ചയായും സുജയ് പറഞ്ഞതുപോലെ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ചയാകാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തേക്കിൻ കാടുകളുടെ സംഗീതം ഒഴുകുന്ന മണ്ണ് എന്ന് പറയാം. മലയോര കർഷകർ മായാജാലം കാണിച്ച ഒരു നാടാണ്, അവർ തന്നെ പൊന്നു വിളയിച്ചൊരു നാടാണ് നിലമ്പൂർ. സ്വാഭാവികമായും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായും ചർച്ചയാവുക കർഷക പ്രതിസന്ധികളാണ്. കർഷകരുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനമായും ചർച്ചയാവുക. അതുകൊണ്ട് തന്നെ മലയോര കർഷകർ ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും വളരെ നിർണായകമായ ഒരു വിഭാഗമാണ്. മറ്റൊരു പ്രധാന കാര്യം സുജയ് പറഞ്ഞതുപോലെ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന വനം വന്യജീവി സംഘർഷങ്ങളാണ്. ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകൾ കാട്ടാനെ ആക്രമിക്കപ്പെടുന്നു, ആ നിലയിൽ കടുവകൾ ഇറങ്ങുന്നു, നാട്ടിലേക്ക് കടുവകൾ ഇറങ്ങി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നിരന്തരമായ വനം വന്യജീവി സംഘർഷമാണ് മറ്റൊരു പ്രധാന വിഷയം നിലമ്പൂരിൽ ചർച്ചയാകാൻ പോകുന്നത്. ആ നിലയിലുള്ള ഒരു മലയോര കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ, വനം വന്യജീവി വിഷയങ്ങളാണ് ഏറ്റവും പ്രധാന ഘടകം. അതിനെല്ലാം അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി കാടും കൃഷിക്കാരെയും വിട്ടുകഴിഞ്ഞാൽ കാടിറങ്ങിയ ഒറ്റക്കൊമ്പനെ പോലെ നിൽക്കുന്ന ഈ PV അൻവർ തന്നെയാവും ഏറ്റവും പ്രധാനമായും വെല്ലുവിളിയാകാൻ പോകുന്നത്. അൻവർ എങ്ങോട്ട് എന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും ചർച്ചയാകാൻ പോകുന്ന വിഷയവും. മറ്റൊരു പ്രധാന കാര്യം ഈ പ്രാദേശിക റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള വഴി സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമ്മളിവിടെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ഉയർന്നു വരുന്നുണ്ട്. പിന്നീടൊരു പ്രശ്നം എന്ന് പറയുന്നത് ആദിവാസി ഊരുകളിലെ പ്രശ്നമാണ്. ആദിവാസി ഭൂസമരങ്ങളെല്ലാം ഈ ഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭൂമി നൽകാമെന്ന് പറഞ്ഞ് സർക്കാർ വാക്ക് നൽകിയും പിന്നീട് വാക്ക് മാറ്റിയുമെല്ലാം വഞ്ചിതരായ ജനങ്ങൾ ഇപ്പോഴും ആദിവാസി മേഖലകളിൽ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന നാടുകൂടിയാണ് നിലമ്പൂർ. സ്വാഭാവികമായും ആദിവാസി മേഖല ചർച്ചയാകും, കർഷകരുടെ പ്രതിസന്ധികൾ ചർച്ചയാകും, വനം വന്യജീവി സംഘർഷവും വളരെ പ്രധാനപ്പെട്ട നിലയിൽ തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ആരെല്ലാം എന്തെല്ലാം ചെയ്തു എന്ന് ജനങ്ങൾ പറയുന്ന അത് അവരുടെ സമ്മതിദാനാവകാശത്തിൽ അവർ രേഖപ്പെടുത്താൻ പോകുന്ന ദിനങ്ങൾ കൂടിയാണ് വരാനിരിക്കുന്നത്. സ്വാഭാവികമായും LDF സർക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ UDF ആയിക്കോട്ടെ എല്ലാവരും അവരെന്തെല്ലാം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ എന്നത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളെ കാണാൻ പോകുന്നത്. നിലവിൽ തന്നെ പ്രചാരണത്തിൽ ഈ ഇടത് സർക്കാരിന്റെ കാലത്താണ് ഈ റോഡുകളുമായി ബന്ധപ്പെട്ടും മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നിലമ്പൂരിൽ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചതെന്ന നിലയിലുള്ള പ്രചരണങ്ങളാണ് ഇടത് ക്യാമ്പിൽ നടക്കുന്നത്, സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ എന്ത് ചെയ്തു ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ ഈ കാലത്ത്, ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് എന്തെല്ലാം ഇവിടെ
നടന്നു എന്നുള്ളതുമാണ് പ്രധാനമായും അതായത് MLA-യുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്നതും ചർച്ചയാകും. അത് ചർച്ചയാകാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവിന്റെ കാലവുമായിട്ടുള്ള ഒരു താരതമ്യമായിട്ടായിരിക്കും. അപ്പോൾ PV അൻവർ ഇടതുപക്ഷം കൊണ്ടുവന്ന വികസനം എന്താണ് നിലമ്പൂരിൽ എന്നതും അതിനു മുൻപ് UDF കാലത്ത് നടന്ന വികസനം എന്താണ് എന്നതും ചർച്ചയാകാൻ പോകുന്നു.